ഹലോ, ഇന്ന് വേഗത്തിലൊരു കറി ഉണ്ടാക്കാം. ഇതാ തക്കാളി സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം അതിനു മുമ്പ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് നോക്കിയാലോ. വാ. അപ്പം നമ്മുടെ ചുവച്ചക്കാതിരിക്കുന്ന തക്കാളി കുനുകുനാന്നരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിലൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചോളൂ. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക്, വറ്റൽമുളക്, നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തോളുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി അത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് വഴന്നൊന്ന് വന്നതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് ചൂടാക്കി സവോളയുടെ കൂട്ടത്തിലേക്ക് അങ്ങ് ചേർത്തോളൂ. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ തക്കാളി കുനുകുനാന്നരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് അതിന് വേണ്ട ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തട്ടിപ്പൊത്തി 5 മിനിറ്റ് വേവിക്കാൻ വെച്ചോളൂ കേട്ടോ. അതിന് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടോ എന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്